തൽക്കാലത്തേക്ക് അതെങ്ങനെയാ പറയുക? തൽക്കാലത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കേട്ടോ. തൽക്കാലത്തേക്കൊന്നും മിണ്ടാതിരിക്കുക എങ്ങനെ പറയും? നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അറിയില്ലാത്തൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈ തൽക്കാലത്തേക്ക് എന്ന് തന്നെയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദി ടൈം ബീയിങ് എന്നാണ് കേട്ടോ. ഫോർ ദി ടൈം ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് എന്നർത്ഥം വന്നു. അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് എനിക്ക് വേറെ പ്ലാനൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. ആദ്യം തന്നെ ഫോർ ദി ടൈം ബീയിങ് എന്ന് പറയാം. വേറെ പ്ലാനൊന്നുമില്ല. ഐ ഹാവ് നോ അതർ പ്ലാൻസ്. ഐ ഹാവ് നോ അതർ പ്ലാൻസ്. എനിക്ക് വേറെ പ്ലാനൊന്നും തൽക്കാലത്തേക്കില്ല എന്നാണ് കേട്ടോ. തൽക്കാലത്തേക്കൊന്നും മിണ്ടാതിരിക്കുമോ? കീപ് ക്വയറ്റ് എന്ന് പറയാല്ലേ. അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇനിയൊന്ന് കുട്ടി പറഞ്ഞേ. ഇത്രയൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ കേട്ടോ തുടക്കത്തിൽ. ഇങ്ങനെ സംസാരിച്ച് വേണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. ആദ്യം പഠിക്കുക, പിന്നെ സംസാരിക്കുക. ഇങ്ങനെ പഠിപ്പിച്ച് സംസാരിപ്പിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്തു.